ആർട്ട് ഡയറക്ടറായ ജ്യോതിഷ് ശങ്കറിൻ്റെ ഡെബ്യൂ ഫിലിം പൊന്മാൻ. ഈ സിനിമ കാണുന്നതിന് മുൻപ് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ പേര് പൊന്മാൻ എന്നായിരുന്നു കേട്ടോ. എന്തായാലും സിനിമ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ മടിയിൽ ജ്വല്ലറിയൊക്കെ വെച്ച് നടക്കുന്ന പി അജേഷ് വന്നപ്പോഴാണ് സിനിമയുടെ പേരിൻ്റെ ഒരു ഗുഡൻസ് മനസ്സിലായത്. എന്തായാലും വളരെ ഇമ്പ്രസീവായിട്ടുള്ളൊരു പേരാണ്. ഈ ജി ആർ ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ കഥയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് പൊന്മാൻ. അപ്പോൾ പല കഥകളും നമ്മൾ പിന്നെ ജി ആർ ഇന്ദുഗോപൻ്റെ പല കഥകളും വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഒരു സിനിമാറ്റിക് ഫീല് വരാറുണ്ട് പലപ്പോഴും. ഇത് സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണോ എന്ന് തോന്നും. ഏതാണ്ട് അതേപോലെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്, കുറച്ച് ചെറുപ്പക്കാരും അവരുടെ ഒരു ഫാമിലികളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ചെറിയൊരു തീമാണ് പൊന്മാൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ സിനിമയുടെ ഒരു 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 കുറച്ച് ഇമ്പ്രസീവായിട്ടുള്ളൊരു ആസ്പെക്റ്റായിട്ട് തോന്നിയത് ഈ ത്രെഡിൽ എന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് പൊന്മാൻ. അത് തുടക്കം തുടങ്ങി അവസാനം വരെ ആ ത്രെഡ് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഇതിലൊരു കൊല്ലത്ത് കോസ്റ്റൽ ഏരിയ, അതാണ് ഈ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം, അതായത് ഇങ്ങനെ കൊല്ലത്ത് ഇതുപോലെ ഒരു ബാക്ക്വേർഡ് ആയിട്ട്, ഇക്കണോമിക്കലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇതുപോലെ അവരുടെ വീടുകളിൽ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഗോൾഡ് അസിസ്റ്റൻസ് കൊടുക്കുന്ന തേർഡ് പാർട്ടി ഏജൻറ്റുകളുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അറിയുന്നത്. എനിക്കിത് അറിയേയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഏജൻ്റായിട്ട് വരുന്ന ഒരാളാണ് നമ്മുടെ പി അജേഷ്, ബേസിൽ ജോസഫ് ചെയ്യുന്ന ക്യാരക്ടർ. സിനിമയുടെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് ബേസിലിൻ്റെ ഈ ക്യാരക്ടർ ചെയ്യുന്ന പണിയും അതിന് കിട്ടുന്ന പണികളുമാണ്. അപ്പോൾ ബേസിക്കലി ബേസിലിൻ്റെ ഇതുവരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും, അതായത് സിനിമയിൽ എനിക്ക് ബേസിലിനെ പറ്റിയുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. ബേസിൽ ക്യാരക്ടേഴ്സിനൊക്കെ അത്യാവശ്യം ഡീൽ ചെയ്യാറുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമ്മളെ ബോറടിപ്പിക്കാറൊന്നുമില്ല. പക്ഷേ ബേസിലിന് ഒരിക്കലും ആ ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ് വരാറില്ല. അതിപ്പോഴും എടുക്കാത്ത ഒരു ആക്ടറായിട്ടാണ് ഞാൻ ബേസിലിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബേസിലിൻ്റെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ബേസിലായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇന്ന് വരെ ഒരു ക്യാരക്ടറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബേസിൽ നിൽക്കുന്നത് എനിക്ക് ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സിനിമയിലെ പി അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, വളരെ എന്താ പറയുക, ലൈഫിനോട് വളരെ കോമ്പറ്റീറ്റീവായിട്ട് ലൈഫ് കാണുന്ന, അതേസമയം അയാൾക്ക് ഒരുപാട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ അയാൾ ചെയ്യുന്ന പണിയിൽ വളരെ സിൻസിയറാണ്. ഇനി അതിലെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ വളരെ കാര്യമായിട്ട് എനിക്ക് ഡിഫെൻഡ് ചെയ്യാനും എനിക്ക് അതിനെ നേരിടാനൊക്കെ അറിയാം എന്നൊക്കെയുള്ളൊരു ചങ്കൂറ്റമൊക്കെ പുറത്ത് കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ വളരെ നന്നായിട്ട് ഇതുപോലുള്ള എല്ലാ ഷെയ്ഡ്സിലൂടെയും ബേസിൽ നന്നായിട്ട് ഈ ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ടുണ്ട്. അത് തന്നെയാണ് പൊന്മാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഹൈലൈറ്റായിട്ട് പറയുന്നത്. പൊന്മാൻ്റെ ഒരു തീം എന്ന് പറയുന്നത് പൊന്ന് തന്നെയാണ്, അതായത് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ഡൗറി. അപ്പോൾ ഇത് നിയമമൂലമൊക്കെ നമ്മൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഗിഫ്റ്റ് മണി, ഇങ്ങനെ പല പല പേരുകളിൽ ഡൗറി കൊടുക്കുന്നതിന് ഇപ്പോഴും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ സിനിമ ഒരു പ്രത്യേകമായ രീതിയിലാണ് പോകുന്നത്. അതായത് ഒരു ഡൗറി കിട്ടിക്കഴിഞ്ഞിട്ട് ആ വീട്ടിലെ ആളുകൾ ആ ഡൗറി ഉപയോഗിച്ചുകൊണ്ട് ആ വീട്ടിലെ പെൺകൊച്ചിനെ കെട്ടിച്ചു വിടുന്നു. അതിങ്ങനെ അതുപോലെ തന്നെ അവിടെ കുറച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഡെപ്റ്റുകളൊക്കെ ഉണ്ട്. ഡൗറി ഡെപ്റ്റുകൾ എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇത് ഇവിടെ നിന്ന് കിട്ടി അവിടെ നിന്ന് എടുത്ത് കൊടുക്കുക എന്നുള്ള സംഭവം, അതൊക്കെ അങ്ങനെ ഒരു ഫോർമാറ്റാണ് ഈ സിനിമയുടെ, ആ ഒരു തീമാണ് വരുന്നത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വീട്ടിൽ അങ്ങനെ ഈ സിനിമയിലെ ഈ ഒരു പ്ലോട്ടിൽ വരുന്ന മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റെഫി ഗ്രാഫ്. അതായത് സിനിമയിലെ ആളുകളുടെ പേരുകളൊക്കെ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കേട്ടോ, ഭയങ്കര രസകരമായ പേരുകളാണ്. അപ്പോൾ സ്റ്റെഫി ഗ്രാഫിൻ്റെ ബ്രദർ ആയിട്ട് വരുന്നത് ബ്രൂണോ ആണ്. ബ്രൂണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനന്ദ് വന്മതൻ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പം ഈ സ്റ്റെഫിയുടെ ഒരു ഫ്യൂച്ചർ എന്താ പറയുക, വുഡ് ബി ആയിട്ട് വരുന്ന നമ്മുടെ അമ്പാനുണ്ടല്ലോ, അമ്പാൻ്റെ സജിൻ ഗോപു ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് മരിയാനോ എന്നാണ്. അങ്ങനെ ഭയങ്കര വിചിത്രമായിട്ടുള്ള പേരുകളോടൊക്കെ പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇവർ ഇതുപോലെ ഒരു ഏജൻറ്റിൻ്റെ ഈ സപ്പോർട്ട് എടുക്കുകയും
അതും ആ ഒരു ഷോട്ടുകളൊക്കെ ഭയങ്കര രസമാണ്. ഈ പി പി അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റർ ചെയ്യുന്ന ഒരു സീനൊക്കെ കുറച്ച് നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുകയും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ആ സപ്പോർട്ട് തിരിച്ച്, അതായത് ഇതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അതൊന്നും വയലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് വയലേറ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയെ ഈ ഏജൻറ്റ് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത്. പൊന്മാൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു തീം അതാണ്. പൊന്മാനിൽ അങ്ങനെ അധികം ക്യാരക്ടേഴ്സൊന്നും ഇല്ലാണ്ട് കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഒരു ചെറിയ ഒരു സ്പേസ്. പിന്നെ ഈ തുടക്കത്തിലൊരു കൊല്ലത്തെ കുറിച്ചൊരു പാട്ടുണ്ട്. അപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളൊന്ന് ബ്രിങ് ചെയ്യുന്ന, ശരിക്കും നമ്മളങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നൊരു പാട്ടാണ്. അത് കഴിഞ്ഞ് ആ ഒരു ചെറിയ 2 കരകളിലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് സിനിമ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനും ഈ ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതിനൊരു രീതി, സ്ക്രിപ്റ്റിൻ്റെ ഒരു രീതിയുണ്ട്. അത് കുറച്ച് ഇമ്പ്രസീവാണ്. കാരണം ഒരു ഡയലോഗൊക്കെ പറഞ്ഞാൽ മതി, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് എൻഷർ ചെയ്യുന്ന പോലത്തെ കുറച്ച് ഡയലോഗ്സാണ് സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാരക്ടേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോൺവെർസേഷൻസാണ്. അപ്പോൾ ജി ആർ ഇന്ദുഗോപനും പിന്നെ ജസ്റ്റിൻ മാത്യു ആണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രിപ്റ്റ് കൊള്ളാം. എല്ലാ ക്യാരക്ടേഴ്സിനെയും റൈറ്റ് ടു ദ പോയിന്റിലാണ് സ്ക്രിപ്റ്റ് കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നും. സിനിമയുടെ ഒരു ഓവറോൾ ഒരു ഫ്ലോയിൽ അതിൽ ചെറിയ കോമഡിയും അതുപോലെ തന്നെ സർക്കാസും ഡാർക്ക് ഹ്യൂമറും എല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു കുറച്ച് അത്യാവശ്യത്തിന് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്നൊരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതൊരു ലൈവായിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ സാനു ജോൺ വർഗീസിൻ്റെ ക്യാമറ. സിനിമാറ്റോഗ്രാഫീസ് ഇറ്റ്സ് ലൈക്ക് എക്സലൻറ്റ്. വളരെ നന്നായിട്ട് സിനിമയായിട്ട് ആ ഒരു പ്രദേശം കംപ്ലീറ്റ് നമുക്ക് റിലേറ്റബിൾ ആക്കി തരുന്നതിൽ അതിനൊരു ഇതുണ്ട്. അവരുടെ ലൈവ് സ്കെച്ചസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സിനിമാറ്റോഗ്രാഫി നിൽക്കുന്നതുകൊണ്ട് അത് ഭയങ്കര രസമായിട്ട് തോന്നും. അതുപോലെ തന്നെ പിന്നെ ജസ്റ്റിൻ വർഗീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതും ഈ സിനിമേനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണ പോലെയാണ് തോന്നിയത്. അപ്പോൾ ഈ സജിൻ ഗോപു എന്ന് പറഞ്ഞ ആക്ടർ എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ് നന്നായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നൊരു നടനാണ് സജിൻ. അപ്പോൾ ഇതിലും അങ്ങനെയാണ്. ഈ മാരിയാനോ എന്ന് പറയുന്നത് കുറച്ച് ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഓവർ സ്റ്റിഫാണോ എന്നൊരു സംശയം തോന്നാം. പക്ഷേ ആ ക്യാരക്ടറിനെ നമുക്ക് കാണുമ്പോൾ തന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു മൂഡ് നമുക്ക് കിട്ടും. സിനിമയിൽ ആ ഒരു ഇങ്ങനെ സജിൻ അതിൻ്റെ നമ്മൾ ഒരു കോൺവെർസേഷൻ പറയേണ്ട കാര്യമില്ല. അതിന് മുന്നേ തന്നെ ഈ ക്യാരക്ടറിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതൊരു നല്ല ഒരു ആക്ടിങ് മോഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ തന്നെ പിന്നെ വരുന്നത് 2 അമ്മമാരായിട്ട് വരുന്നത്. അപ്പോൾ ഈ നമ്മളുടെ സന്ധ്യ രാജേന്ദ്രൻ അറിയാലോ, മുകേഷിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ സന്ധ്യ രാജേന്ദ്രനൊക്കെ കണ്ടിട്ട് കാലം കുറേയായി. പക്ഷെ അവർ ആ ക്യാരക്ടറിനെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് ജയ കുറുപ്പ്, നമ്മുടെ പാരനല്ലൂർ കഥകളിലൊക്കെയുള്ള അവരും അതെനിക്ക് ചിലപ്പോൾ തോന്നും ഇവർക്ക് ഇനി KPSC ലളിതേനെ ഒന്ന് റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു നടിയാണോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം അവർക്ക് ഹ്യൂമർ ചെയ്യാൻ പറ്റും, ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റും, സർക്കാസം ഉണ്ട്, പലതരം കാര്യങ്ങളിലേക്ക് ഈ ഒരു ആക്ട്രസ് ഫിറ്റാണ്. അപ്പോൾ അവർ ആ ഒരു ഭയങ്കര ഒരു ഗ്രീഡി ആയിട്ടുള്ള ഒരു മോമില്ല, അതൊക്കെ ഒരു ക്ലീശ ഒന്നായിട്ടൊന്നും കാണിക്കുന്നില്ല. ഭയങ്കര രസമായിട്ട് തോന്നി ഈ ക്യാരക്ടേഴ്സ്. പിന്നെ ഒരു മെയിൻ ക്യാരക്ടറാണ് നമ്മുടെ ലിജോ മോൾ, സ്റ്റെഫി ഗ്രാഫ്. സ്റ്റെഫി ഗ്രാഫിനെ എൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ടോട്ടൽ പൊന്മാൻ്റെ കഥയും കാര്യങ്ങളും എല്ലാവിധ സംഘർഷാവസ്ഥകളൊക്കെ നടക്കുന്നത് സ്റ്റെഫിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് ലിജോ മോളിൽ കുറേ ഒരു മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ എക്സ്പ്രഷൻസ് വരുന്നുണ്ട് ഈ സിനിമയിൽ. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഇതിൽ ബേസിലുമായിട്ടുള്ള കോംബോ സീൻസിൽ എനിക്ക് എന്തോ ഒരു മിസ്ഫിറ്റ് പോലെ തോന്നി. എനിക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പഞ്ചൊന്നും കിട്ടിയില്ല ഇവർ തമ്മിൽ കോൺവേഴ്സ് ചെയ്യുമ്പോൾ. എന്തോ ഒരു വേണം വേണ്ടാന്ന് വെച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഷോട്ടുകൾ പോലെ തോന്നിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഷോട്ടും അങ്ങനെ എനിക്ക് കുറച്ചും കൂടി അതിനൊരു എന്താ പറയുക, ഒരു പഞ്ചോ അല്ലെങ്കിൽ ഒരു ഇമോഷണലി ഒരു എക്സ്പ്രഷൻസിന് കുറച്ചും കൂടി ഒരു
ഒന്ന് ലൈവ് ആക്കാമായിരുന്നു. അത് ബേസിൽ നന്നായി ചെയ്യുന്നു. എനിക്ക് ലിജോ മോളുടെ ആ ഒരു സംഭവം എനിക്ക് അത്ര ഒരു ഇഫക്റ്റീവായിട്ട് തോന്നിയില്ല. ബട്ട് ഓവറോൾ ഷീ ഈസ് ഫൈൻ. അങ്ങനെയാണ്. ഡൗറി എന്ന് പറഞ്ഞ സിസ്റ്റത്തെ പിന്നെ എൻഡിൽ ഒന്ന് വേറെ രീതിയിലൊന്ന് സോഫ്റ്റൻ ചെയ്തിട്ട് പറയാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അത് ആവശ്യമുണ്ടോ, ഈ പൊന്ന് എന്ന് പറഞ്ഞൊരു സംഭവം ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ഇങ്ങനെ വളരെ സോഫ്റ്റൻ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കഥയെ ബേസ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഇനി വേറെ ആംഗിളുകളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. കഥ തന്നെ ആയിരിക്കുമല്ലോ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും വലിയ ഇഫക്റ്റീവായിട്ട് ഒരു മോറൽ എന്ന രീതിയിൽ നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള അത്ര ഡെപ്ത് ഒന്നും ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനൊന്നും സിനിമയിലില്ല. പിന്നെ ഇതിൽ ഒരു ക്യാരക്ടർ, അതായത് നമ്മളുടെ PP അജേഷിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ബേസിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ. പിന്നെ വരുന്നത് മാരിയാനോൻ്റെ ക്യാരക്ടർ. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഒരു സൈഡ് ലൈനായിട്ട് നിൽക്കുന്ന ഈ ഒരു കഥയ്ക്ക്, ഒരു പ്ലോട്ടിലേക്ക് നമ്മളിങ്ങനെ എന്താ പറയുക, ആ പ്ലോട്ടിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സായിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ ആർക്കും വലിയ വേറെ റെലവൻസ് ഒന്നുമില്ല. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും നല്ലൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് ജ്യോതിഷിന് പറ്റിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പൊന്മാൻ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു വാച്ച് തന്നെയായിരുന്നു.